എനിക്ക് കേരള ലോ എൻട്രൻസ് എഴുതാൻ പറ്റുമോ? ഞാനിങ്ങനെ കേട്ടു, ജൂലൈ ആഗസ്റ്റ് മോസ്റ്റ് പ്രോബബ്ലി ആഗസ്റ്റിൽ അഡ്മിഷൻ കിട്ടണം. അതന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രിയാണത്. കേരള ലോ എൻട്രൻസ് 2026 സ്റ്റഡി സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളൂ, ഒരു പ്രോപ്പർ 3 months. അപ്പോൾ മെയ് ഒരു ആദ്യവാരം നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്തോ, മെയ് ഒരു അവസാനത്തോടെ പരീക്ഷയും നടക്കും. അപ്പോൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആജ് പിടിച്ചാൽ ഇത്തവണ തന്നെ ഒരു ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് നമുക്ക് നേടിയെടുക്കാം. നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ കേരള ലോ എൻട്രൻസിനെ സംബന്ധിച്ച്, ഒരുപാട് ഡൗട്ടുണ്ട്. അതിൽ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ എനിക്ക് പ്രായം 42 എനിക്ക് കേരള ലോ എൻട്രൻസ് എഴുതാൻ പറ്റുമോ? ഞാനിങ്ങനെ കേട്ടു അതിനൊരു പ്രായപരിധി ഉണ്ടെന്ന്. അപ്പോൾ 42 വയസ്സുള്ള എനിക്ക് കേരള ലോ എൻട്രൻസ് എഴുതി ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ ഒരു LLB പഠിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കും. അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഡൗട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ കേരള ലോ എൻട്രൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ആർക്കൊക്കെ ഈ കേരള ലോ എൻട്രൻസ് എഴുതാൻ പറ്റും? ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണം, 42 വയസ്സുള്ള ഒരാൾക്ക് കേരള ലോ എൻട്രൻസ് എഴുതി നമ്മുടെ ഇവിടുത്തെ സർക്കാർ നിയമങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ലോ കോളേജിൽ മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് 5 ഇയറിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഞാൻ മെയിനായിട്ട് കൺവേ ചെയ്തത്. 3 ഇയറിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അറിയാം, 5 ഇയർ എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ആണ് കൂടുതൽ 5 ഇയറിന് ഓപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലും എന്തുണ്ട്, 5 ഇയർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ഇയർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കുറച്ച് കോളേജുകളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 5 ഇയർ LLBയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും? 5 ഇയർ LLB എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞുള്ള വ്യക്തിക്കും എന്ത് ചെയ്യും? 5 ഇയർ LLB പഠിക്കാൻ പറ്റും. പക്ഷേ 3 ഇയർ LLB ആർക്കേ പഠിക്കാനുള്ളൂ? 3 ഇയർ LLB ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ 5 ഇയർ LLB കോഴ്സിന് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് LLB ആണ്. അതായത് 2 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിഗ്രിക്ക് 3 വർഷം, സെക്കൻഡ് ഡിഗ്രിക്ക് 3 വർഷം, ടോട്ടൽ 6 വർഷത്തിന് ഡിഗ്രി നമുക്ക് 5 കൊല്ലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടണം. അതന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രിയാണത്. ഓക്കെ, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ BBA LLB ആണ്. ഓക്കെ, തൃശ്ശൂരാണെങ്കിൽ BBA LLB ആണ്. നമ്മുടെ എറണാകുളത്താണെങ്കിൽ BCom LLB ആണ്. ഓക്കെ, ട്രിവാൻഡ്രത്താണെങ്കിൽ BA LLB ആണ്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 5 ഇയർ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓഫ് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള ഓർ എനി അതർ എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് റെക്കഗ്നൈസ് ചെയ്ത ഒരു എന്ത് ചെയ്യുക, ഹയർ സെക്കൻഡറി ബോർഡിൽ നിങ്ങൾ പാസ്സായിരിക്കണം. അതിപ്പോൾ കേരള HSE അല്ലെങ്കിൽ ഇപ്പോൾ CBSE ICC പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ച എന്ത് ചെയ്യുക, ഒരു ബോർഡിൽ +2 കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ 5 ഇയർ LLB എൻട്രൻസ് എഴുതി എന്ത് ചെയ്യാം? നമുക്ക് 5 ഇയർ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അപ്ലിക്കൻസ് ഹു ഹാവ് ഒബ്റ്റെയിൻഡ് +2 ഓർ +2 സർട്ടിഫിക്കറ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ആഫ്റ്റർ പ്രോസിക്യൂട്ടിംഗ് സ്റ്റഡീസ് ഇൻ ഡിസ്റ്റൻസ് ഓൺ കറസ്പോണ്ടൻസ് മെത്തേഡ്. ഡിസ്റ്റൻ്റ് ആയിട്ട് +2 പഠിച്ചവർ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ആയിട്ട് +2 പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഇയർ LLB എൻട്രൻസ് എഴുതി എന്ത് ചെയ്യാൻ പറ്റും? 5 ഇയർ LLB കോഴ്സ് പഠിക്കാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ 3 ഇയർ ഡിപ്ലോമ ഓർ പോളിടെക്നിക് കോഴ്സ്, okay, issued by an institution recognized by government shall be considered as par with +2 for the purpose. 3 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ പോളിടെക്നിക് കോഴ്സോ, ഓക്കെ, ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് പാർ വിത്ത്, അത് ഈസ് ഈക്വൽ ടു +2 ആണ്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഇയർ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻ്റായി പഠിക്കുന്നവർക്ക്, എന്താ പറയുക, +2 പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഇയർ LLB പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അത്. ഓക്കെ, വാലിഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഒരു സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ്ഡ് ആണോ എന്നൊക്കെ അറിയുന്നത് നമ്മൾ എന്ത് ചെയ്യും? മെയിനായിട്ട് അത് നമ്മുടെ അഡ്മിഷൻ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു ബോർഡ് റെക്കഗ്നൈസ്, ഇപ്പോൾ CBSE ICC കേരള ബോർഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ, +2 ഒക്കെ അക്രഡിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 5 ഇയർ LLB കോഴ്സിന്. പ്രധാനമായിട്ട് വരുന്നത് കേരളത്തിൻ്റെ പുറത്തൊക്കെ +2 പാസ്സായവരും അങ്ങനത്തെ ഉള്ള കുറേ എന്താ പറയുക പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അതും എല്ലാവരുടെയും
പ്രശ്നങ്ങളൊന്നുമില്ല. ചില എന്താ പറയുക റെക്കഗ്നൈസ്ഡ് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഒബ്റ്റൈൻഡ് +2 ഓർ ഗ്രാജുവേഷൻ ഓർ PG through open universities without having any basic qualification shall not be eligible for law courses. +2 ഡിഗ്രിയോ PGയോ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി പഠിച്ചവർ, ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിച്ചതെന്നല്ല, വിത്ത് ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? LLB ഇവിടെ പഠിക്കാൻ സാധിക്കില്ല. ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? LLB പഠിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇഗ്നോ എന്നൊക്കെ ഡിഗ്രി എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? LLB പഠിക്കുന്നതിന് കുഴപ്പം. കാരണം ഇഗ്നോ എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, നാഷണൽ അക്രഡിറ്റ് ഉണ്ട്. അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? LLB പഠിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ. പിന്നെ കാൻഡിഡേറ്റ്സ് who are appearing or appeared for qualification examination are also eligible to apply entrance examination. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2026 എൻട്രൻസ് ആണ് എഴുതാൻ പോകുന്നത്. എൻട്രൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാസ്സായിരിക്കണമെന്നോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സേ എക്സാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സേ എക്സാം റിസൾട്ട് ചെയ്തിരിക്കുകയാണ്, കുഴപ്പമില്ല. നിങ്ങൾ ആ സമയത്തൊന്നും നിങ്ങൾ മാർക്കോ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. അവിടെ ക്വാളിഫിക്കേഷൻ്റെ അവിടെ അപ്പിയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2026 ഈ എൻട്രൻസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സേ എഴുതിയിട്ട് റിസൾട്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, അല്ലെങ്കിൽ സേ ഉടനെ വരും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, അല്ലെങ്കിൽ +2 കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കൈ കിട്ടാത്തവർ, അവർക്കൊന്നും കുഴപ്പമില്ല. അപ്ലൈ ചെയ്യാൻ ഇതൊന്നും വേണ്ട. അപ്ലൈ ചെയ്യാൻ മാർക്ക് ലിസ്റ്റോ മാർക്കോ നിങ്ങൾ പാസ്സായി ഇരിക്കണം, ഇപ്പോൾ റിസൾട്ട് അവൈറ്റ് ചെയ്തിരിക്കണം, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്ലൈ ചെയ്യുന്ന സമയമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്താൽ മതി? നിങ്ങളതിൽ മാർക്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ, അതായത് നിങ്ങളുടെ സേ എക്സാം റിസൾട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ സേ എഴുതാൻ ഉടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ക്വാളിഫിക്കേഷനോട് അപ്പിയർഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ എൻട്രൻസ് എഴുതിക്കോ. കുഴപ്പമില്ല. എപ്പോഴാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഡ്മിഷൻ സമയത്ത് ഇത് കംപ്ലീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്, TC, CC ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെയ് അവസാനം പരീക്ഷ അല്ലെങ്കിൽ ജൂൺ ആദ്യവാര പരീക്ഷ നടക്കുകയാണെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മോസ്റ്റ് പ്രോബബ്ലി ആഗസ്റ്റിൽ അഡ്മിഷൻ നടക്കും. 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? 2 മാസം മാക്സിമം, അതിനുള്ളിൽ അഡ്മിഷൻ നടക്കും. അപ്പോൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് രേഖകൾ അതിന് നിങ്ങൾക്ക് അതിലൊരു വിടുതലുമില്ല. അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും നിങ്ങൾ പാസ്സായിരിക്കണം. പാസ്സായിരുന്നാൽ മാത്രം പോരാ, മാർക്ക് ലിസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യണം, TC, CC എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാസ്സായില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ മാർക്ക് ലിസ്റ്റ് കൈ കിട്ടില്ല, അങ്ങനെ ഒന്നും കുഴപ്പമില്ല. അതാണ് ഇതിൽ പറയുന്നത്. എക്സാം അപ്പിയറിംഗ് ആയ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻട്രൻസ് എഴുതാൻ സാധിക്കും. പക്ഷേ അഡ്മിഷൻ സമയത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊഡ്യൂസ് ചെയ്ത് എന്നാൽ മാത്രം അഡ്മിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ റിജക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര വലിയ റാങ്ക് ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. അഡ്മിഷൻ സമയത്ത് രേഖകൾ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ യുവർ അഡ്മിഷൻ വിൽ ബി റിജക്റ്റഡ്. അത് കോളേജിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, പ്രിൻസിപ്പൾ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ. ഇനി അടുത്തത്, ഈ എൻട്രൻസ് എഴുതാൻ വേണ്ട മിനിമം മാർക്ക് ക്വാളിഫിക്കേഷൻ. +2 ജനറൽ കാറ്റഗറി ആണെങ്കിൽ +2 45% മാർക്ക് വേണം. എന്നാൽ മാത്രമാണ് കേരള ലോ എൻട്രൻസ് എഴുതാൻ പറ്റുള്ളൂ, 5 ഇയർ LLB എൻട്രൻസ് എഴുതാൻ പറ്റൂ. എന്നാൽ SC, BC, OBC കാറ്റഗറിക്കാണെങ്കിൽ 42% മതി. 42% ഉണ്ടെങ്കിൽ എടുക്കാം. SC, ST കാറ്റഗറിയാണ് 40% മാർക്ക് മതി. അപ്പോൾ SC, ST 40% എന്ത് +2 മിനിമം മാർക്ക് വേണമെന്നാൽ അവർക്ക് എൻട്രൻസ് തരും. SC, BC, OBC 42%, ജനറൽ കാറ്റഗറി 45%. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. PWD കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം? അവർക്കും 42% മതി. ഓക്കെ. PWD കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യുന്നത്? 42% മതി. വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് 42% മതി. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏജ് ക്രൈറ്റീരിയ. 5 ഇയർ LLB കോഴ്സ് എഴുതാനുള്ള മിനിമം ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന 17 വയസ്സാണ്. ഓക്കെ. ഇത് നോക്കണ്ട, ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസിൻ്റെ ഇതാണ്. ഈ വർഷത്തെ പ്രോസ്പെക്ടസ് വരുമ്പോൾ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ. 17 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. 31/12/2026 ആസ് ഓൺ ദിസ് ഡേറ്റ് എന്ത് ചെയ്യുക? ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 17 ഇയേഴ്സ് ഓഫ് ഏജ്. 17 വയസ്സ് കംപ്ലീറ്റ്. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഇയർ LLB കോഴ്സ്. ഇനി മാക്സിമം ഏജ് ലിമിറ്റ്. മാക്സിമം ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലാണ് ഇപ്പം നിലവിൽ 5 ഇയർ LLB കോഴ്സ് പഠിക്കാൻ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അത് ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിക്കും 5 ഇയർ LLB കോഴ്സ് പഠിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പക്ഷേയുണ്ട്. എന്താണ്? ഇപ്പം നിലവിൽ ഏജ് ബാറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ കേസിൽ വിധി വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, ഏജ് ക്രൈറ്റീരിയ. ആ കേസിന് വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയിൽ പറയുന്ന ഏജ് വെച്ചായിരിക്കും അഡ്മിഷൻ നടത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ വിധി എപ്പോഴാണ് വരിക എന്നൊന്നും അറിയത്തില്ല. 2016 ആ കേസ് ഇഷ്യൂ തുടങ്ങുന്നത്. ഇപ്പോൾ ഈ നിലവിൽ ഇതുവരെ എന്ത് ചെയ്യുന്നില്ല, വിധിയൊന്നും വന്നിട്ടില്ല. വിധി വരാത്തോളം കാലം ഏതൊരു പ്രായത്തിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ഇയർ LLB കോഴ്സ് പഠിക്കാം. 42 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ 30 വയസ്സോ ഒക്കെ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ഇയർ LLB കോഴ്സ്. മിനിമം ഏജ് 17 ആണ്. അപ്പോൾ ആസ് ഓഫ് നൗ, ഞാൻ കൃത്യമായിട്ട് പറയുന്ന ആസ് ഓഫ് നൗ ഓൺ ദിസ് ഡേറ്റ് എന്ത് ചെയ്യുക, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ പിന്നോട് കൺവേ ചെയ്യുന്ന സമയത്ത് ഏജ് ക്രൈറ്റീരിയ ഇല്ല, അപ്പർ ഏജ് ക്രൈറ്റീരിയ ഇല്ല, അപ്പർ ഏജ് ബാർ ഇല്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ആ കേസ് നടക്കുന്നുണ്ട്. ആ കേസിന് വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയിൽ പറയുന്ന അപ്പർ ഏജ് ലിമിറ്റ് പ്രകാരമായിരിക്കും പിന്നീട് അഡ്മിഷൻ നടക്കുന്നുണ്ടാവും. ആ വിധിയിൽ കൃത്യമായിട്ട് പറയുന്നത് ഏത് ഡേറ്റ് തൊട്ടാണ് ആ വിധിയുടെ ഓപ്പറേഷൻ തുടങ്ങുന്നതെന്നോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ ദർ ഇസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ കേരളത്തിൽ 5 ഇയർ LLB കോഴ്സ് പഠിക്കാൻ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. 40 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സുള്ള ഏതൊരു വ്യക്തിക്കും 5 ഇയർ കോഴ്സ് പഠിക്കാം. ലോവർ ഏജ് ലിമിറ്റ് എന്നാൽ 17 വയസ്സാണ്. ഓക്കെ, 17 വയസ്സ് ആസ് ഓൺ 31/12/2020. അത് പ്രോസ്പെക്ടസ് വരുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതാണ് 5 ഇയർ LLB കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. അപ്പോൾ മാർക്ക് ക്രൈറ്റീരിയ ജനറലിന് 45%, +2, SC/BC PWD കാൻഡിഡേറ്റ്സ് 42%, ഡിസബിലിറ്റി 40%, SC ST 40%. ഏജ് ക്രൈറ്റീരിയ ലോവർ ഏജ് ക്രൈറ്റീരിയ 17 വയസ്സ് ആസ് ഓൺ 31/12/2026. അപ്പർ ഏജ് ബാർ ഇല്ല, ആസ് ഓഫ് നൗ ഇല്ല. കേസ് സുപ്രീം കോടതി നടക്കുന്നുണ്ട്. അത് വിധി വരുന്നത് വരെ കുഴപ്പമൊന്നുമില്ല. വിധി വന്നാൽ ആ വിധിയിൽ പറഞ്ഞ പ്രകാരമുള്ള അപ്പർ ഏജ് ലിമിറ്റ് വെച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ +2 ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് എന്ത് ചെയ്യണം, കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിൽ അംഗീകരിക്കുന്ന റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം. പിന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള +2 പഠിച്ചവർക്കും കറസ്പോണ്ടൻസായി പഠിച്ചവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എലിജിബിൾ ആണ്. ബട്ട് ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എന്ത് ചെയ്യണം അത്. പിന്നെ അതുപോലെ 3 ഇയർ ഡിപ്ലോമ, അതുപോലെ തന്നെ മറ്റെന്താ പറയുക പോളിടെക്നിക് കോഴ്സ് അവർക്ക് പഠിച്ചവർക്ക് എന്ത് ചെയ്യുക, ദേ കൺസിഡർ ടു ബി ഈക്വാലൻ ടു പാരലൽ ടു +2. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ഇയർ LLB കോഴ്സ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും അപ്പം ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കയറാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അപ്പം ടെലഗ്രാം ചാനലിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ 3 ഇയറിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്തേക്കാം ഞാൻ. ഓക്കെ, ഇനി കൂടുതൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇനി നമ്മൾ കൂടുതൽ ക്ലിയർ 2026 ഗൈഡൻസ് സ്റ്റഡി സീരീസ് കൂടുതൽ കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത്. അപ്പോൾ ഗൈസ്, താങ്ക് യു.